നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നാലാമത്തെ മൊഡ്യൂളാണ്. നമ്മുടെ സിലബസ് അനുസരിച്ച് നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണ്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷണലിസം, രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് തിയറീസ് അബൌട്ട് റൈറ്റ് ആക്ഷൻ, മൂന്നാമത്തത് കസ്റ്റംസ് ആൻഡ് റിലീജിയൻ, ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്ലേഗരിസം ആൻഡ് അക്കാഡമിക് റൈറ്റിംഗ്. ഇങ്ങനെ നാലാമത്തെ മൊഡ്യൂളിന് 4 യൂണിറ്റ് ആയിട്ടാണ് സിലബസിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് ആണ്, പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷണലിസം. നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര് തന്നെ എത്തിക്സ് ആൻഡ് പ്രൊഫഷണലിസം എന്നാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷണലിസം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു പ്രൊഫഷൻ, അതായത് ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഏതൊരു ജോലിയെയും കയറി പ്രൊഫഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ രാജ്യത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ജോലികളെയും നമ്മൾ പ്രധാനമായിട്ടും പ്രൊഫഷൻ എന്ന് വിളിക്കില്ല. അപ്പോൾ ഏതൊക്കെ ജോലികളെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജോബും പ്രൊഫഷനും ഒന്നല്ല. എല്ലാ ജോലികളെയും നമുക്കൊരിക്കലും പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാ ജോലി ചെയ്യുന്നവരും പ്രൊഫഷണൽസ് അല്ല. പ്രൊഫഷൻ എന്ന കാറ്റഗറിയിൽ വരുന്ന ജോലികൾ എന്തൊക്കെയാണോ ആ ജോലി ചെയ്യുന്നവരെയാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രൊഫഷണൽസ് എന്ന് വിളിക്കുന്നത്. അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ പ്രൊഫഷണലിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ എന്താണൊരു പ്രൊഫഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ജോലിക്കാണോ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടോണേ, ഏത് ജോലിക്കാണോ ഇനി പറയുന്ന ക്രൈറ്റീരിയ വേണ്ടുന്നത് അത്തരം ജോലികളെയാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെ ജോലികൾക്കാണോ ഞാൻ ഇനി പറയാൻ പോകുന്ന ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യേണ്ടത് അത്തരം ജോലികളെയാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രൊഫഷൻ എന്ന് വിളിക്കേണ്ടത്. ഒന്നാമതായിട്ട് സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിരിക്കണം. ആ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് ആ പറയുന്ന എക്സാം പാസ്സായി ഒരു വെൽ ക്വാളിഫൈഡ് പേഴ്സൺ ആയിരിക്കണം. നിങ്ങൾക്ക് അറിവുണ്ടായാൽ മാത്രം പോരാ, കാര്യങ്ങൾ അറിയാം എന്നത് മാത്രം പോരാ, ആ ജോലി ചെയ്യാനുള്ളൊരു സർട്ടിഫിക്കറ്റ്, അതാണ് ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആ ജോലി ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, അത് മാത്രം പോരാ, ആ ജോലി ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടൊരു സർട്ടിഫിക്കറ്റ് പാസ്സായിരിക്കണം, ആ ഡിഗ്രി എടുത്തിരിക്കണം, നിങ്ങൾ ആ ഒരു ക്വാളിഫിക്കേഷൻ പാസ്സായിരിക്കണം. അതാണ് ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഡോക്ടറുടെ എക്സാമ്പിൾ വെച്ച് പറയാം. ഡോക്ടർ, ഓക്കെ, ഇപ്പോൾ MBBS ആണല്ലോ അവരുടെ ഡിഗ്രി എന്ന് പറയുന്നത്, 5 വർഷത്തെ ഒരു കോഴ്സാണ്. ഒരു എക്സാമ്പിൾ കേട്ടോണേ, ഒരാൾ എൻട്രൻസ് ഒക്കെ പാസ്സായിട്ട് 5 വർഷം പഠിച്ചു, പുള്ളിക്കാരൻ നന്നായിട്ട് പഠിച്ചു, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, പുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, 5 വർഷം പഠിച്ചു. ഓക്കെ, പക്ഷേ പുള്ളിക്കാരൻ എക്സാം എഴുതില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പല എക്സാംസും പാസ്സാവുന്നില്ല. പുള്ളിക്ക് അറിവൊക്കെ ഉണ്ട്, പക്ഷെ പുള്ളി പരീക്ഷ പാസ്സായിട്ടില്ല. MBBS ഡിഗ്രി എടുത്തിട്ടില്ല എങ്കിൽ പുള്ളി 5 വർഷം പഠിച്ച് നല്ല അറിവുണ്ടെന്നും പറഞ്ഞ് പുള്ളിക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. നിർബന്ധമായിട്ടും പുള്ളിക്കാരൻ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ എടുത്തിരിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് നോളജ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, അങ്ങനെയും പറയാം. സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷൻ രണ്ടായിട്ട് പറഞ്ഞു. സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിരിക്കണം, അതിലൊരു സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. MBBS ഡിഗ്രി എടുത്തേ പറ്റൂ. പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഒരു ഡോക്ടർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയാം, മരുന്നുകളെപ്പറ്റി എല്ലാം അറിയാം, ചികിത്സിക്കാൻ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്ക് MBBS ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് നോളജ് അഥവാ സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. പിന്നെ അതിൻ്റെ സ്കില്ലുണ്ടാവണം. ഇപ്പോൾ ഡിഗ്രി എടുത്തിട്ട് മാത്രം കാര്യമില്ല, കൃത്യമായിട്ട് സ്കില്ലുണ്ടാവണം, എക്സ്പെർട്ടൈസ്ഡ് ഉണ്ടായിരിക്കണം. ഡോക്ടർമാരും വക്കീലന്മാരുടെയൊക്കെ കേസിൽ കൃത്യമായിട്ട് പ്രാവീണ്യം, എക്സ്പെർട്ടൈസ്ഡ് ആയിരിക്കണം. സോ ക്വാളിഫിക്കേഷൻ വേണം, സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം, സ്കില്ല് വേണം, എക്സ്പെർട്ടൈസ്ഡ് ആയിരിക്കണം. ഇതെല്ലാം കൂടാതെ മറ്റൊന്നുകൂടിയുണ്ട്, ഇവർ ജോലി ചെയ്യുന്ന ജോലി എന്തോ ആയിക്കോട്ടെ അതൊരു പ്രൊഫഷണൽ ബോഡിയുടെ ഗവേൺഷിപ്പിലായിരിക്കണം. ഇപ്പോൾ ഒരാൾ ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്. മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്. ഇപ്പോൾ വക്കീലന്മാർക്ക് ബാർ അസോസിയേഷൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇവർക്ക് കൃത്യമായിട്ടൊരു പ്രൊഫഷണൽ ബോഡി ഉണ്ടായിരിക്കും. ആ പ്രൊഫഷണൽ ബോഡി എൻഫോഴ്സ് ചെയ്യുന്ന കോഡ് ഓഫ് കോണ്ടക്റ്റ് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. ഏറ്റവും നല്ല എക്സാമ്പിൾ ഡോക്ടർ. ഡോക്ടർ എന്നത് ഒരു പ്രൊഫഷൻ ആവുന്നത് എങ്ങനെയാണ്? അവർക്കൊരു സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷൻ വേണം, സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം, സ്കില്ലുണ്ടായിരിക്കണം, എക്സ്പെർട്ടൈസ്ഡ് ആയിരിക്കണം. ഇതിനെല്ലാത്തിനും പുറമെ ഇവരെല്ലാവരും, ഈ ഡോക്ടേഴ്സ് എല്ലാവരും ഒരു മെഡിക്കൽ അസോസിയേഷൻ്റെ കീഴിലുള്ള അവരുടെ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡോക്ടർമാർ, ലോയേഴ്സ്, എൻജിനീയേഴ്സ്, ടീച്ചേഴ്സ് ഇവരെല്ലാമാണ് പ്രധാനമായിട്ടും പ്രൊഫഷൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. കാര്യം ഈ പറയുന്ന ജോലികളെല്ലാം
ഡോക്ടറാണെങ്കിലും വക്കീലാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ടീച്ചറാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻ വേണം, സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിരിക്കണം, സ്കില്ലുണ്ടായിരിക്കണം, എക്സ്പെർട്ടൈസ്ഡ് ആയിരിക്കണം. ഇതിനെല്ലാത്തിനും പുറമെ ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ബോഡിക്ക് കീഴിലായിരിക്കും. അപ്പോൾ അവരെന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണോ സെറ്റ് ചെയ്യുന്നത് അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചായിരിക്കും ഈ പറയുന്ന പ്രൊഫഷണൽസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഇവരെയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പ്രൊഫഷണൽസ് എന്ന് വിളിക്കുന്നത്. കുറച്ച് ഹൈ ഡിഗ്രിയാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ ഈ പഠിച്ച് വരുന്നത് എല്ലാവരും പ്രൊഫഷണൽസ് ആവാനായിരിക്കാം. ഇതിലില്ലാത്ത എക്സാമാണ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജർ, CFO, CEO എന്നൊക്കെ പറയുന്നതെല്ലാം തന്നെയും വെൽ ക്വാളിഫൈഡ് ആയിരിക്കണം, നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ബോഡിക്ക് കീഴിലായിരിക്കും. ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ICAIയുടെ കീഴിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അവർക്കൊരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രൊഫഷൻ. ആ ജോലി ചെയ്യുന്ന ആളെ, ആ ജോലിയാണ് പ്രൊഫഷൻ, ആ ജോലി ചെയ്യുന്ന ആളെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഫഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ, ഒന്ന് ക്വാളിഫിക്കേഷൻ, നോളജ്, സ്കില്ലെല്ലാം ഉണ്ടായിരിക്കണം, സർവീസ് ഓറിയൻറ്റേഷൻ ആയിരിക്കണം. പ്രധാനമായിട്ടും പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് സർവീസ് കൊടുക്കുക. ഇപ്പോൾ ഡോക്ടറാണെങ്കിലും ശമ്പളം കിട്ടുമില്ലെന്ന് ഞാൻ പറയത്തില്ല, എന്നിരുന്നാൽ പോലും അവർ സർവീസ് മൈൻഡ് ആയിരിക്കണം, ആൾക്കാരെ കൊള്ളയടിക്കരുതെന്നർത്ഥം. ഓക്കെ, ലോയർ, ഈ എഞ്ചിനീയർ, ടീച്ചർ ഇവരെല്ലാവരും തന്നെയും സർവീസ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഓക്കെ, മറ്റൊന്ന് എത്തിക്കൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് ഈ ഡോക്ടർമാരെയൊക്കെ സംബന്ധിച്ച് ഇവർ ഹൈ എത്തിക്സ് കീപ്പ് ചെയ്യണം. അതായത് ഒരു ഡോക്ടർ എന്ന നിലയിൽ തൻ്റെ രോഗികളോട് കൃത്യമായിട്ട് അവർ എത്തിക്സ് പാലിച്ചിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒരു ഡോക്ടർ രോഗിയെ പരിശോധിച്ചിട്ട് പറയുവാണ് നിങ്ങൾക്ക് ഇന്ന അസുഖമാണ്, ഒരു 3000 രൂപയുടെ ഇന്ന ടെസ്റ്റ് നടത്തേണ്ടി വരും. നമ്മളാ ഡോക്ടർ വിശ്വസിച്ച് പോയി ടെസ്റ്റ് നടത്തും. പുള്ളി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ അസുഖമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഇന്ന രോഗം കൊണ്ടാണ്, അത് ഈ മരുന്ന് കഴിച്ചാൽ മാറുമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പറയുക. ഡോക്ടറായാലും വക്കീലായാലും ആരോ ആയിക്കോട്ടെ, ഇവരാണ് ഏറ്റവും കൂടുതൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടത്. മറ്റൊന്ന് അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം ഒരുപാട് കൂടുതലാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ് വയലേറ്റ് ചെയ്താൽ അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാവും. സോ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ പൂർണ്ണമായും അക്കൗണ്ടബിൾ ആയിരിക്കും. പിടിക്കപ്പെട്ടാൽ വലിയ രീതിയിൽ ശിക്ഷ കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ താൻ പൂർണ്ണമായും ഉത്തരവാദിത്വമുള്ളവനായിരിക്കും എന്നൊരു ബോധം വേണം. അതാണ് ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവരുടെ ഈ ഒരു നേച്ചർ, ഇവരുടെ ഈ ഒരു ക്വാളിറ്റി, ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ മൊത്തത്തിൽ പറയുന്നത് പ്രൊഫഷണലിസം എന്നാണ്. അതായത് ഈ പറഞ്ഞ കണക്ക് തന്നെ കൃത്യമായിട്ട് ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്, ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഇവരുടെ ബിഹേവിയർ ഒക്കെയാണ്, എത്തിക്സ് വിട്ട് കളിക്കുന്നില്ല, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട്, നല്ല ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇത്തരത്തിലുള്ള ജോലിക്കാരെയാണ് നമ്മൾ പ്രധാനമായിട്ടും അവർക്ക് പ്രൊഫഷണലിസം ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ആവുന്ന കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഡോക്ടറോ വക്കീലോ ഒന്നും ആയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാം. നല്ല ക്വാളിറ്റിയിൽ ജീവിക്കാം, നല്ല ആറ്റിറ്റ്യൂഡ്, നല്ല ബിഹേവിയർ, നല്ല പോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ല പ്രോബ്ലം സോൾവിങ് സ്കില്ല്, നല്ല എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് ഹൈലി പ്രൊഫഷണലിസം കീപ്പ് ചെയ്താണ്. ഇപ്പോൾ ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും മാത്രമല്ല പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നാണ്. നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ഉണ്ട്, നല്ല ആറ്റിറ്റ്യൂഡാണ്, നല്ല ബിഹേവിയറാണ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, നല്ല പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട്, നല്ല രീതിയിൽ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പറയുന്നത് പ്രൊഫഷണലിസം ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ പ്രൊഫഷണലിസത്തിൻ്റെ ഫീച്ചേഴ്സ് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. കോമ്പീറ്റൻസ്, എത്തിക്കൽ ബിഹേവിയർ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കണ്ടിന്യൂസ് ലേണിംഗ്, ദെൻ റെസ്പോൺസിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും പ്രൊഫഷണലിസം ഉള്ള ആളാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ലോയർ ആണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും വേണം. നമുക്കതുകൊണ്ട് പറയാൻ പറ്റും ആ വ്യക്തി നല്ലൊരു പ്രൊഫഷണലിസം ഉള്ളയാളാണ്, അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, ദെൻ മോഡൽസ്, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രൊഫഷണൽ മോഡൽസ്, നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിലുള്ള പ്രൊഫഷണൽസ് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നത് ഏതൊക്കെ മോഡൽസ് ആണെന്നാണ് പ്രൊഫഷണൽ മോഡൽസ് എന്ന് പറയും. ഒന്ന് ബ്യൂറോക്രാറ്റിക് മോഡലുണ്ട്. ബ്യൂറോക്രാറ്റിക് മോഡൽ എന്ന് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയീസ് ഫോളോ ചെയ്യുന്നതാണ്. അതായത് ഗവൺമെൻറ് കൃത്യമായിട്ട് പ്രോട്ടോക്കോൾസ് പറഞ്ഞിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോട്ടോക്കോളുണ്ട്. ചീഫ് സെക്രട്ടറി ഇങ്ങനെ പെരുമാറണം, ഡിസ്ട്രിക്ട് കളക്ടർ ഇങ്ങനെ പെരുമാറണം, തഹസിൽദാർ ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ കൃത്യമായിട്ട് നോംസ് ഉണ്ട്. അത് പാലിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരെയാണ് ബ്യൂറോക്രാറ്റിക് മോഡൽ ഫോളോ ചെയ്യുന്നത് പറയുന്നത്. പ്രധാനമായിട്ടും ഗവൺമെൻറ് എംപ്ലോയീസ് എല്ലാം ഫോളോ ചെയ്യുന്നത് ഈ ബ്യൂറോക്രാറ്റിക് മോഡലാണ്. അവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചേ പറ്റത്തില്ല, എല്ലാം ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന പ്രോട്ടോക്കോൾസും പ്രയോറിറ്റീസ് അനുസരിച്ച് തന്നെ ആയിരിക്കും. അതായത് ഇൻഡിവിജ്വൽ ഡിസ്ക്രിപ്ഷൻ അവിടെ വേണ്ട. ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടർക്ക് അധികാരമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടരുത്. ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ന ജോലികളാണെങ്കിൽ അതേ ചെയ്യാവൂ.
പോലീസ് കമ്മീഷണർ ചെയ്യേണ്ട ജോലി ഇതാണെന്ന് പറഞ്ഞാൽ അയാൾ അതേ ചെയ്യാവൂ. ഇതെല്ലാം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന പ്രൊഫഷണൽസ് ഉണ്ട്. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന പ്രോട്ടോക്കോൾ കൃത്യമായിട്ട് പാലിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനാണ് നമ്മൾ ബ്യൂറോക്രാറ്റിക് മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തത് ഈ പറഞ്ഞ പ്രൊഫഷണൽ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡോക്ടർമാർ, ലോയർമാർ, അതായത് അവർ സ്വന്തമായിട്ട് ക്ലിനിക്ക് നടത്തുവാണ്. ഒരു ഡോക്ടർ സ്വന്തമായിട്ട് നടത്തുന്ന ക്ലിനിക്ക്, ഒരു ലോയർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ ഫോളോ ചെയ്യുന്നൊരു മോഡലുണ്ട്. ആസ് എ ഡോക്ടർ ഇതെൻ്റെ ക്ലിനിക്കാണ്, ഞാൻ ഇവിടെ ഈ രീതിയിലായിരിക്കും പെരുമാറുന്നത്. അതായത് മറ്റൊരാളുടെ ഭരണത്തിൻ്റെ കീഴിലായിരിക്കത്തില്ല, അവർക്ക് അവരുടേതായ രീതിയിൽ ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരവിടെ കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അവരുടെ ഇൻഡിവിജ്വൽ ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കും. അതാണ് മെയിനായിട്ട് ഈ പ്രൊഫഷണൽ മോഡൽ. ഇത് കൂടുതലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സ്വന്തമായിട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടറല്ല, സ്വന്തമായിട്ട് ക്ലിനിക്കുള്ള, സ്വന്തമായിട്ട് ലോയറായിട്ട് അങ്ങനെ പ്രാക്ടീസ് അവരാണ് കൂടുതലായിട്ടും ഇത് ഫോളോ ചെയ്യുന്നത്. ആസ് എ പ്രൊഫഷണൽ ഞാനിവിടെ ഇങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ടോക്കൺ വിളിക്കും. ഡോക്ടർമാർക്ക് ടോക്കൺ വിളിക്കാമല്ലോ. ഓക്കെ. ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് നടത്തുവാണ്. ഇപ്പോൾ ടോക്കൺ 1, 2, 3 വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടോക്കൺ 5 വിളിച്ചു. പുള്ളി അപ്പോൾ സ്ഥലത്തില്ല. ടോക്കൺ 5 സ്ഥലത്തില്ല. 6 വിളിച്ചു, 7 വിളിച്ചു, 8 വിളിച്ച് കഴിഞ്ഞപ്പോൾ ടോക്കൺ 5 വന്നിട്ട് പറയുവാണ്, അയ്യോ ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഞാനാണ് 5 എന്ന് പറയുമ്പോൾ ഈ ഡോക്ടർ പറയുവാണ്, ഇവിടുത്തെ രീതി അനുസരിച്ച് വിളിക്കുമ്പോൾ ഇവിടെ വേണം, ഇനി നിങ്ങൾ ഏറ്റവും അവസാനം വന്നാൽ മതി. അങ്ങനെ തർക്കിക്കാൻ ഇയാൾക്ക് പറ്റും. ഈ ഡോക്ടർ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് അവിടുത്തെ രീതി. അപ്പോൾ പുള്ളി ഫോളോ ചെയ്യുന്നത് പ്രൊഫഷണൽ മോഡലാണ്. എൻ്റെ ക്ലിനിക്കിൽ ആസ് എ ഡോക്ടർ ഞാൻ വിളിക്കുമ്പോൾ നിങ്ങളിവിടെ ഇല്ലായിരുന്നു, അപ്പോൾ ഈ വിളിച്ചപ്പോൾ ഇരിക്കുന്നവരെ എനിക്ക് ബഹുമാനിച്ചേ പറ്റൂ. സോ അടുത്തത് ഞാൻ 9 തന്നെ വിളിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 15 കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുക എന്ന തീരുമാനം പുള്ളി എടുക്കുന്നത് ഒരു പ്രൊഫഷണലിസമാണ്. പുള്ളി പറയുന്നതാണ്, ഞാൻ വിളിച്ചപ്പോൾ ഇയാൾ ഇവിടെ ഇല്ലായിരുന്നു, അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെ എനിക്ക് കൺസിഡർ ചെയ്തേ പറ്റൂ. ആസ് എ ഡോക്ടർ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നു. അതൊരു പ്രൊഫഷണൽ മോഡലാണ്. ഓക്കെ. പക്ഷേ ഈ പുള്ളിക്കാരൻ ഈ ഡോക്ടർ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഡോക്ടറാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഗവൺമെൻറ് ഡോക്ടറാണെങ്കിൽ ഗവൺമെൻറ്റിന് അവിടെ റൂള് കാണും. ടോക്കൺ വിളിക്കുമ്പോൾ ആളവിടെ ഇല്ലെങ്കിലും പിന്നെ അയാൾ വന്നാൽ അയാളെ വിളിക്കണം എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ വിളിച്ചേ പറ്റൂ. ബിക്കോസ് നൗ ഹീ ഈസ് ഫോളോയിങ് ബ്യൂറോക്രാറ്റ്. ഗവൺമെൻറ് ഡോക്ടറാണെങ്കിൽ അവിടെ ബ്യൂറോക്രാറ്റിക് മോഡൽ ഫോളോ ചെയ്യണം. പുള്ളി ഒരു ഇൻഡിപെൻഡൻറ്റ് ഡോക്ടറായിട്ട് ക്ലിനിക്കിലൊക്കെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളി അവിടെ ഫോളോ ചെയ്യുന്നത് പ്രൊഫഷണൽ മോഡലായിരിക്കും. മറ്റൊന്ന് സർവീസ് മോഡൽ. ഈ ഹൈ പ്രൊഫഷണൽസ് അവിടെ നിൽക്കട്ടെ, കുറച്ചുകൂടി താഴേക്ക്, അതായത് അവരുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ സർവീസ് കൊടുത്താൽ മതിയെങ്കിൽ, ഇപ്പോൾ നേഴ്സ്, ടീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു മോഡൽ ഫോളോ ചെയ്യുന്നവരാണ്. ഇവരുടെ ഹൈ ലെവൽ ഓഫ് ജഡ്ജ്മെൻറ്റിൻ്റെ ആവശ്യം വരത്തില്ല, പറയുന്ന ജോലികൾ അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ നേഴ്സ് എന്ന് പറയുന്നത് ഡോക്ടർമാർ എഴുതി കൊടുത്തിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് അതിൻ്റെ ഡയഗ്നോസിസ് അനുസരിച്ച് അങ്ങ് വർക്ക് ചെയ്യുവാണ്. ടീച്ചേഴ്സും ഒരു പരിധിവരെ അങ്ങനെയാണ്. അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഏത് അവർ കയറണം, ഒരു ക്ലാസ് എത്ര മണിക്കൂറാണ്, ഇവിടെ എങ്ങനെ പഠിപ്പിക്കണം, ഇതെല്ലാം ശരിക്കും മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്ന കണക്കാണ്. അപ്പോൾ അവരുടെ ജോലി എന്ന് പറയുന്നത് സർവീസ് മോഡൽ ഫോളോ ചെയ്യുന്നവരുടെ പ്രധാനപ്പെട്ട പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കുക, സ്റ്റുഡൻസിന് നല്ല ക്ലാസ് കൊടുക്കുക. അതിനപ്പുറത്തേക്ക് വലിയ ജഡ്ജ്മെൻറ്റിലോട്ടൊന്നും പോകേണ്ട കാര്യം വരത്തില്ല. ഓക്കെ. അതാണ് ഈ സർവീസ് മോഡൽ എന്ന് പറയുന്നത്. മറ്റൊന്ന് മാർക്കറ്റിങ്ങിനായിട്ട്, അതായത് ഇപ്പോൾ മാർക്കറ്റിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇനി ബിസിനസ്സിലേക്ക് വരാം. ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ പ്രൊഡക്ഷൻ മാനേജർ തുടങ്ങിയ അല്ലെങ്കിൽ എഞ്ചിനീയർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ലേ, ഫിസിക്കലി പ്രൊഡ്യൂസ് ചെയ്യത്തില്ലേടോ. അങ്ങനെ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസിയും കൂട്ടാനായിട്ടുള്ള പ്രധാനമായിട്ട് എഞ്ചിനീയർമാരൊക്കെ ഫോളോ ചെയ്യുന്നത് ഈ ഇൻഡസ്ട്രിയൽ മോഡലാണ്. അവരുടെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അവർ ഔട്ട്കം ഓറിയൻറ്റഡ് ആണ്. കൂടുതൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള മോഡൽ ഫോളോ ചെയ്യുന്ന എഞ്ചിനീയർമാർ, പ്രോഡക്റ്റ് മാനേജേഴ്സ്, പ്രോജക്റ്റ് മാനേജേഴ്സ്, ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ഈ ഇൻഡസ്ട്രിയൽ മോഡലാണ്. അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് കൃത്യസമയത്ത് റിസൾട്ട് ഡെലിവർ ചെയ്യുക, കൃത്യസമയത്ത് ആ പറയുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ രീതിയിൽ ഫോളോ ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ മോഡൽ. ഇനി മാർക്കറ്റിങ്ങിലോട്ട് വരുമ്പോൾ, പ്രോഡക്റ്റും സർവീസും ഒക്കെ മാർക്കറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിംഗ് മാനേജർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫോളോ ചെയ്യുന്നത് 4P മോഡലാണ്. അവർ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. പേഴ്സൺ, അതായത് കസ്റ്റമറെ കൺസിഡർ ചെയ്യണം. പ്ലേസ്, എവിടെയാണിത് വിൽക്കേണ്ടത്, ആ പ്രോഡക്റ്റ് കൺസിഡർ ചെയ്യണം. പ്രൊമോഷൻ, പേഴ്സൺ, പ്ലേസ്, പ്രോഡക്റ്റ്, പ്രൊമോഷൻ. ഈ 4 കാര്യം കൺസിഡർ ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് 4P മോഡൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. മെയിനായിട്ടിത് മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. മറ്റൊന്നെന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റീവ്, അതായത് മിക്സ് ആണ്. ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് ബ്യൂറോക്രാറ്റ് കാണും, കുറച്ച് പ്രൊഫഷണൽ കാണും, കുറച്ച് സർവീസ് കാണും, കുറച്ച് ഇൻഡസ്ട്രിയൽ കാണും, കുറച്ച് 4P കാണും. ഇതെല്ലാം കൂടെ ചേർത്തെന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ CEO എക്സാമ്പിളായിട്ട് എടുക്കാം. ഒരു കമ്പനിയുടെ ഏറ്റവും ടോപ്പ് അതോറിറ്റി ഇരിക്കുന്ന ആൾ ബ്യൂറോക്രസി, അതായത് ഗവൺമെൻറ്റിന് മാത്രമല്ല, ബ്യൂറോക്രസി എന്ന് ഉദ്ദേശിക്കുന്നത് പുള്ളി അവിടെ ഒരു അച്ചടക്കമൊക്കെ ഇങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, നിയമങ്ങളൊക്കെ ഏർപ്പാടാക്കി വെക്കും.
ഈ പറയുന്ന ഇൻഡസ്ട്രിയും പ്രൊഫഷണലും സർവീസും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഫോളോ ചെയ്യുന്ന ആ ഒരു മോഡലാണ് ഈ പറയുന്ന ഇൻറ്റഗ്രേറ്റീവ് മോഡൽ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച എല്ലാം ബ്യൂറോക്രറ്റ്, പ്രൊഫഷണൽ, ഇൻഡസ്ട്രിയൽ ഇതെല്ലാം കൂടെ ചേർന്ന് വരും. പ്രധാനമായിട്ടും ഇത് ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ ഒരു കമ്പനിയിലെ മാനേജർമാരൊക്കെ ഇതെല്ലാം കൂടെ ചേർന്ന് വർക്ക് ചെയ്യേണ്ടി വരും. കാര്യം അവരുടെ ജോലി എന്ന് പറയുന്നത് ഇതെല്ലാം നോക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ടോപ്പ് അതോറിറ്റി, ഒരു കമ്പനിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച് ഈ പറയുന്ന എല്ലാ മോഡലും ഇവർക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരും. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന 6 മോഡൽസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോ. പ്രൊഫഷണലിസത്തിനകത്ത് പ്രധാനപ്പെട്ട മോഡലുകളെന്ന് പറയുന്നത് 1 ബ്യൂറോക്രാറ്റിക് മോഡൽ, 2 പ്രൊഫഷണൽ മോഡൽ, 3 സർവീസ് മോഡൽ, 4 ഇൻഡസ്ട്രിയൽ മോഡൽ, 5 4P മോഡൽ, 4P മോഡൽ, അവസാനം എല്ലാത്തിൻ്റെയും കൂടെ ഇൻറ്റഗ്രേറ്റീവ് മോഡൽ. ഓക്കെ, മറ്റൊന്നെന്ന് പറയുന്നത് ഈ പ്രൊഫഷണൽ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് പറയുന്നൊരു വാക്കാണ് അമച്വർ. അമച്വർ എന്ന് പറഞ്ഞാൽ മോശമായ കാര്യമൊന്നുമല്ല. അതായത് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലത്, അമച്വർ മോശം എന്നല്ല. അമച്വർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രൊഫഷണൽ എന്നതിൻ്റെ ആ സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷനോ സ്പെഷ്യലൈസ്ഡ് നോളജോ ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് കാര്യങ്ങൾ ചെയ്യാനറിയാം. അവർ സ്പെഷ്യൽ സ്കില്ലൊക്കെ ഉണ്ട്, പക്ഷേ അവർ ആ വെൽ ക്വാളിഫൈഡ് ആയിരിക്കത്തില്ല. ഇപ്പം ഞാൻ ഈ വ്യാജ ഡോക്ടറുടെ കാര്യമൊന്നുമല്ല പറയുന്നത്. ഈ അമച്വർ എന്ന് കൂടുതലും പറയുന്നത് നമ്മൾ ഈ പെർഫോമിംഗ് ആർട്സില്ലേ, ഇപ്പോൾ ഒരു മ്യൂസീഷ്യൻ കൃത്യമായിട്ട് പാട്ട് പഠിച്ച് കൃത്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ടൊക്കെ നല്ല ആ ഒരു സ്കില്ലുള്ള പാട്ട് പഠിച്ച് കൃത്യമായിട്ട് പാടുന്നവരാണ് പ്രൊഫഷണൽസ്. പക്ഷേ പാട്ട് പഠിക്കാതെ പാടുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ ക്ലാസ്സിലാണെങ്കിലും കോളേജിലാണെങ്കിലും പാട്ട് ക്ലാസിക്കലി കൃത്യമായിട്ട് ആ പറഞ്ഞ സ്വരസ്ഥാനങ്ങളൊക്കെ പഠിച്ച് കൃത്യമായിട്ട് അതിൻ്റെ കൃത്യമായിട്ട് ആ പാട്ട് എങ്ങനെയാണ് പാടേണ്ടത് അതെല്ലാം മനസ്സിലാക്കി പഠിച്ചിട്ട് പാടുന്നവർ പ്രൊഫഷണൽസാണ്. പക്ഷെ അങ്ങനെ പഠിക്കാതെ എന്നാൽ നന്നായിട്ട് പാടുന്ന ആൾക്കാരുണ്ട്. അവർ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് പാട്ടൊക്കെ പാടുന്ന സാധാരണ പാട്ടുകാരുണ്ടല്ലോ, പാട്ട് പഠിക്കാതെ പാടുന്നവർ. അങ്ങനെയുള്ളവരാണ് നമ്മൾ ഈ അമച്വർ എന്ന് പറയുന്നത്. അതായത് സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷനോ സ്പെഷ്യലൈസ്ഡ് നോളജോ ഇല്ലാതെ അതേ കാര്യം ചെയ്യുന്ന ആൾക്കാർ. ഏകദേശം ക്വാളിറ്റിയും ഔട്ട്പുട്ടൊക്കെ ഒരുപോലെ ആണെങ്കിലും അവരെ ഒരിക്കലും നമുക്ക് പ്രൊഫഷണൽ എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അമച്വർ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഡോക്ടറുടെയോ എഞ്ചിനീയറുടെയോ ലോയറുടെയോ ഒന്നും ജോലി ചെയ്യാൻ പറ്റില്ല. അമച്വറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്തരം കാര്യങ്ങളാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള ഈ പറഞ്ഞ കണക്ക് തന്നെ. ഇപ്പോൾ ടീച്ചിങ് പ്രൊഫഷണൽ അല്ലാത്ത ഒരുപാട് ടീച്ചർമാരുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നില്ലേ, വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നയാൾക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ MCOM പാസ്സായ ആളാണെങ്കിലും BCom പാസ്സായ ആളാണെങ്കിലും കഴിവുണ്ടെങ്കിൽ BCom വരെ പഠിപ്പിക്കാം. ഒരാൾ MCom പാസ്സായി, വേറൊരാൾ BCom ക്വാളിഫിക്കേഷൻ, പക്ഷേ അയാൾക്ക് കഴിവുണ്ടെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും BCom വരെ പഠിപ്പിക്കാം. ഇയാളൊരു അമച്വർ ടീച്ചറാണ്. കാര്യം യഥാർത്ഥത്തിൽ BCom കാരെയൊക്കെ പഠിപ്പിക്കാൻ നമുക്ക് MCom ക്വാളിഫൈഡ് ആയിരിക്കണമെന്നുണ്ട്. പക്ഷേ നിങ്ങൾ വീട്ടിൽ ട്യൂഷൻ എടുക്കുമ്പോൾ നിങ്ങൾ BCom പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് BCom കാരെ പഠിപ്പിക്കാം. നൗ യു ആർ എൻ അമച്വർ ടീച്ചർ. കാര്യം അത് സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷൻ ആയിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് BCom കാരെ പഠിപ്പിക്കാൻ, കോളേജിൽ പഠിപ്പിക്കാൻ ബേസിക്കലി MCom അതായത് PG വേണം. പക്ഷേ PG ഇല്ല നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ കോളേജിൽ പോയി പ്രൊഫഷണലായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ വീട്ടിൽ ട്യൂഷൻ എടുക്കാമല്ലോ. അങ്ങനെ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നത് ഒരു അമച്വർ ടീച്ചിങ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ പ്രൊഫഷണൽ എന്ന് പറയണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷനും നോളജും പ്രൊഫഷണൽ ബോഡി ഇതെല്ലാം വേണം. ഇതൊന്നുമില്ലാതെ തന്നെ ആ ജോലി നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന ഒരു അമച്വർ ബിഹേവിയറാണ്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഡോക്ടറുടെ പണി അറിയാം, പക്ഷേ MBBS ഇല്ലാതെ ചെയ്താൽ കേസാവും. അത് വ്യാജ ഡോക്ടർ, അതല്ല നമ്മൾ പറയുന്നത്. അല്ലാതെ അമച്വറായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പാട്ട് പാടുക, ഓക്കെ, ഇപ്പോൾ ഗാനമേളയ്ക്ക് പാട്ട് പാടാൻ പാട്ട് പഠിച്ചവരെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ലല്ലോ, അവർ പാടിയെടുക്കും. ദെൻ ഹോം ട്യൂഷന് നല്ലൊരു എക്സാമ്പിളാണ്. ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ട്യൂഷൻ എടുക്കാം എന്ന് പറയുന്ന കണക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രൊഫഷനും പ്രൊഫഷണലിസവുമാണ്. ഓക്കെ.